ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ ഞങ്ങൾക്കൊരു സാധാരണ ദിവസം. രാവിലെ എഴുന്നേറ്റ് വന്ന ഉടൻ ഞാനും കുഞ്ഞുങ്ങളും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. ഫോണെടുത്ത് നോക്കുമ്പോൾ തന്നെ ഫോണിൽ നോക്കി അവൻ എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇനി രാവിലത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാവേ. നമ്മുടെ വഴിയിലുണ്ടായ ഒരു പൂവാണ് കേട്ടോ ഇത് ഏപ്രിൽ ലില്ലി എന്ന് പറയൂ കേട്ടോ. ഏപ്രിൽ മാസത്തിലുണ്ടാവുന്ന പൂവാണ് ഇത്. മാർച്ച് മാസം തന്നെ ഉണ്ടായി കേട്ടോ. ഈ കാണുന്നതൊക്കെ ഒരു ചെടിയാണ് കേട്ടോ, ഈ ചേമ്പിലയുടെ രൂപത്തിലുള്ളത്. പിന്നെ ഈ ചെടിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ പൂ വിരിയുന്നത്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ വണ്ടി കാണാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് അമ്പാടി വാശി പിടിച്ചപ്പോൾ ഞാൻ വീടിൻ്റെ മുറ്റത്ത് നിന്ന് വണ്ടി പോകുന്നതൊക്കെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണേ. അമ്പാടി എഴുതി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണമ്മോൻ എഴുന്നേറ്റ് വന്നു. അവന് ഇന്നും കൂടെ എക്സാം ഉള്ളൂ. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അതിനുശേഷം ഞാൻ അടുക്കളയിൽ വന്ന ഒരു ഓംലേറ്റ് ഉണ്ടാക്കി. പിന്നെ ഇന്നലെ കപ്പ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു രാവിലെ കാപ്പിക്ക്. അതുണ്ടാക്കാമെന്ന് കരുതി ഞാൻ കുക്കറിനകത്ത് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. പിന്നെ കറി വെക്കാൻ എന്നാ ഉള്ളതെന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കി. കഴിഞ്ഞ ദിവസം കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വെട്ടി ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയ കിളിമീനായിരുന്നു കേട്ടോ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നത്. അത് ഫ്രീസറിൽ വെച്ചുകൊണ്ട് ഐസായിട്ടിരിക്കുമായിരുന്നു തോന്നി. എന്നാൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിടാലോ എന്ന് ഓർത്തുകൊണ്ട് എടുത്തതാണേ. പിന്നെ കപ്പ പുഴുങ്ങി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായിക്ക് പോകാൻ നേരമായി. ഓടിപ്പിടിച്ച് പോയി. ഒന്നും കഴിക്കാതെയാണ് കേട്ടോ ഒന്ന് പോയത്. പകുതി ചെന്നപ്പോഴേക്കും ഫോൺ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വഴിയിലേക്ക് ഇറങ്ങി ചെന്നു. പിന്നെ കയറി വന്നപ്പോൾ ചുമ്മാ ഒരു വീഡിയോ പിടിച്ചതാണ് കേട്ടോ. പിന്നെ കണ്ടമോന് കഴിക്കാൻ ചോറെടുത്ത് കൊടുത്തു. അതിനുശേഷം മീൻ കുളത്തിൽ വന്ന് നോക്കി. മീൻ തീറ്റ പൊടിച്ചിട്ട് കൊടുത്തു. കുഞ്ഞു കുഞ്ഞു മീനുകളല്ലേ, അപ്പോൾ അത് പൊടിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ പൊടിച്ചിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നേരം മീൻ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി നിന്നു. നിറയെ മീൻ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് മീൻ കുഞ്ഞുങ്ങളുണ്ടായി കിടപ്പുണ്ട്. ഗപ്പി ആയതുകൊണ്ട് വേഗം കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. മീനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറി പോന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ മീനെല്ലാം വെട്ടി ക്ലീൻ ചെയ്തു. കിളിമീനായിരുന്നതുകൊണ്ട് കുരുകുരാന്ന് വരഞ്ഞ് മുളകൊക്കെ തേച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വറക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് തുണിയൊക്കെ അലക്കാനിട്ടായിരുന്നു കേട്ടോ. തുണി അലക്കി വിരിക്കുകയൊക്കെ ചെയ്തു. ഓരോരോ പണികളൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. രാവിലെ പണിയായതുകൊണ്ട് ഓരോരോ പണികൾ ഇങ്ങനെ ധൃതി പിടിച്ച് ചെയ്യാറുണ്ട്. പിന്നെ വന്നിട്ട് അകത്ത് വന്ന് തുണി മടക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് കണ്ണമ്മ സ്കൂളിലും പോയി. എന്നാൽ പിന്നെ തുണിയൊക്കെ മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നിരുന്ന് തുണി മടക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ചധികം തുണി ഉണ്ടായിരുന്നു. അലക്കിയിട്ട് ഇന്നലെ മടക്കി വെച്ചില്ലായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ അതെടുത്തെല്ലാം മടക്കി പറക്കി വെച്ചു. ഒരു ബാസ്ക്കറ്റിലാണ് കേട്ടോ ഇട്ട് വയ്ക്കുന്നത്. അത് ഈ പഴയ തുണികൾ, വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തുണികളാണ് ഇങ്ങനെ ഈ ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുന്നത് കേട്ടോ. അതെല്ലാം കൂടെ മടക്കി പറക്കി വെച്ചായിരുന്നേ. അങ്ങനെ തുണിയെല്ലാം മടക്കി പറക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എവിടെ നിന്നെങ്ങാണ്ട് 2 വാഴക്കൂമ്പ് പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. വാഴക്കുടപ്പനില്ലേ, ഇവിടെ വാഴക്കുടപ്പൻ എന്നും പറയും, വാഴക്കൂമ്പെന്നും പറയും. അത് പറിച്ചുകൊണ്ട് വന്നു. എന്നാൽ പിന്നെ അതൊന്ന് കുത്തിയരിഞ്ഞ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അരിയാൻ വന്നപ്പോഴേക്കും അമ്മ പറഞ്ഞു, അമ്മ എന്നാൽ കുരുകുരാന്ന് കുത്തി അരിഞ്ഞു തരാമെന്ന്. അങ്ങനെ അമ്മ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി തന്നു. പിന്നെ അത് കുറച്ച് തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് തോരനുണ്ടാക്കി വെച്ചു. ഇതിനിടയ്ക്ക് അടിക്കലും വാരലും തൂക്കലും ഒക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നീട് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് കപ്പ കഴിക്കാമെന്ന്. ഇന്നലത്തെ അയില മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അതും കൂട്ടി ഇച്ചിരി കപ്പ കഴിച്ചു. ഞാൻ 12 മണിയായി കാപ്പി പിടിച്ചപ്പോൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു. പിന്നെ കൊച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവന് ഇച്ചിരി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൂമ്പ് തോരനും പിന്നെ കിളിമീൻ വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ അയിലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇതും കൂട്ടി അമ്പാടിക്ക് ചോറ് കൊടുത്തു.
അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞാനും ചോറുണ്ട് കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല കാറ്റും മഴയായിരുന്നു. കണ്ടോ, മുറ്റമൊക്കെ നല്ല അടിക്കാൻ എനിക്ക് കുറേ ഉണ്ട് കരിയില. ഒരു 2 മണിക്കൂർ നിർത്താതെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ തോർന്നു നന്നായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.